വിഷമില്ല. കാരണം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തായാലും പോയേ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. രണ്ടുപേരും നല്ല കാണത്തുള്ളൂ. കർഷക ചെറിയ ചെറിയ തിരിച്ചു പോവുകയാണ്. അതിന്റെ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ചൂടും തണുപ്പും എല്ലാം ഉണ്ട്. നമുക്കറിയാം, ഇവിടെയായിരുന്നു 1ാം ക്ലാസ് നിങ്ങളുടെ, അതുപോലെ അക്കരെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു. അതുപോലെ പോകാറായപ്പോഴേക്കും 1 വർഷ കാലഘട്ടം നിങ്ങൾക്ക് AC ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായി. നല്ല കുസൃതിയുള്ള കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ മിതമായ കുട്ടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല മിടുക്കരായ കുട്ടികളും ഉണ്ടായിരുന്നു. നന്മയും തിന്മയും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഉള്ള പ്രാപ്തി ഉണ്ടായി. അപ്പോൾ ആ നല്ല വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. പലപ്പോഴും ഈ കുട്ടികളുമായിട്ടുള്ള യാത്ര പോകാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പല മത്സരങ്ങൾക്കൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ പോകാനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം കുട്ടികളോട് ഒക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തായി തീരണം എന്നുള്ളത്. ഇപ്പം ഉള്ള കുട്ടികളാണ്. അതിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഡ്രൈവറാകണം, ചിലർക്ക് വ്ളോഗർമാരാകണം, ചിലർക്ക് ആനിമേറ്റർമാരാകണം, ചിലർക്ക് ഡ്രൈവർമാരാകണം, ചിലർക്ക് കണ്ടക്ടറാകണം തീരുമെന്നുള്ളതാണ്. നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ആഗ്രഹം സഫലമായി തീരട്ടെ. അപ്പോൾ ഒത്തിരി ഡോക്ടർമാരും ഒത്തിരി എഞ്ചിനീയർമാരും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ കുസൃതിതരങ്ങൾ ഒത്തിരി കുട്ടികളുണ്ട്. അവരുടെ കുസൃതികളെല്ലാം മാറി നല്ല മിടുക്കരുമായി നല്ല വീടിന് അല്ലെങ്കിൽ നാടിന് കൊള്ളാവുന്ന കുട്ടികളായിട്ട് വളർന്നു വരണം. നമുക്കറിയാം, ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ വന്നപ്പം കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ കളി തിരിയുമായിട്ട് വരണം. ഇന്ന് നിങ്ങൾ അതെല്ലാം വലിയ കുട്ടികളായി മാറി അല്ലേ? അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെയുള്ള കുട്ടികളായിരിക്കുകയില്ല, അവിടെയുള്ള മറുപടിയോ അല്ലെങ്കിൽ ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളത് പ്രാവർത്തികമാക്കണം. നല്ല കുട്ടികളായിട്ട് എന്നും തന്നെ വളർന്നു വരണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും സ്കൂളിന്റെ പേരിലും ഇവരെ കൂടി ഓരോരുത്തരുടെ പേരിലും നിങ്ങൾക്ക് നൽകുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. അവരെ നല്ലപോലെ നല്ല ട്രെയിനിങ് കൊടുത്ത് വളർത്തണം, നല്ല മിടുക്കന്മാരായി തീർക്കണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, രക്ഷിതാക്കൾക്കും ഇവിടെ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, അധ്യാപകർ, അവരുടെ ആ കഴിവ് കണ്ടെത്തി വേണം അവരെ മുന്നോട്ട് നയിക്കാൻ. അടുത്ത വീട്ടിലെ കുട്ടി എഞ്ചിനീയറിംഗിന് പോകുന്ന കണ്ട് നമ്മുടെ കുട്ടിയെ നിർബന്ധിച്ച് എടുക്കാൻ വയ്യാത്തൊരു ഭാരം അവൻ്റെ തലയിൽ വെച്ചു കൊടുത്ത് അച്ഛനെയും അമ്മയും വെറുക്കുന്ന, സമൂഹത്തെ തന്നെ വെറുത്തു പോകുന്ന ഒരു ഘട്ടത്തിലോട്ട് അവനെ തള്ളിവിടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല കഴിവുകളാണ്. സാർ പറഞ്ഞ അവരുടെ ആഗ്രഹങ്ങൾ അധ്യാപകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. 10ൽ 7 മാർക്ക് മേടിക്കുന്നവൻ തീരെ മോശക്കാരനല്ല. പക്ഷെ അവൻ 4 മാർക്കാണ് മേടിക്കുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവന് കിട്ടാവുന്നതിൽ അവന് നേടാവുന്ന മാക്സിമം നേടാൻ വേണ്ടി മാത്രമാണ് അതിനുള്ള ഒരു അന്തരീക്ഷമാണ് അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുക്കേണ്ടത്. നമ്മുടെ കുട്ടിക്ക് എഴയാനേ പറ്റുമെങ്കിൽ അവരോട് നടക്കാൻ പറയണം, നടക്കുന്നവനോട് ഓടാൻ പറയണം, ഓടുന്നവനോട് പറക്കാൻ പറയണം. അതായിരിക്കണം നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഇന്ന് നിങ്ങളുടെ ദിനമാണ് അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ പല തലങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങളുടെ ഈ കുട്ടിക്കാലത്തെ രൂപപ്പെടുത്തിയ ഈ മാതൃവിദ്യാലയങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും മുന്നോട്ടുള്ള ജീവിതത്തിൽ നേർന്നുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിൽ എത്തിച്ചേർന്നാലും നല്ലൊരു മനുഷ്യസ്നേഹിയാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സുജ ടീച്ചർ, റീന ടീച്ചർ, പ്രിയപ്പെട്ട പേരൻസ്, സഹ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെ, PTA ഭാരവാഹികളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷപൂർവമായ ഒരു ദിനമാണിത്. 2026 മാർച്ച് മാസം 31-ാം തീയതി നിങ്ങളിങ്ങനെ നല്ല കോട്ടും തൊപ്പിയും ഒക്കെ വെച്ച് സന്തോഷപൂർവ്വം ഇവിടെ ഇരിക്കുമ്പോൾ
എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് 7 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുറകിലിരിക്കുന്ന നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ചുകൊണ്ട് ഈ വാതിക്കലേക്ക് കടന്നു വന്ന 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ ആ കൊച്ചു മുഖങ്ങളാണ് ഇപ്പോൾ. 7 വർഷം പെട്ടെന്ന് കടന്നുപോയി. ചില കുട്ടികളെ സംബന്ധിച്ച് 1 വർഷവും 2 വർഷവും പഠിച്ച കുട്ടികൾ ഈ കൂടെയുണ്ട്. എന്നാൽ 7 വർഷം പഠിച്ച കുട്ടികളുമുണ്ട്. ഇന്നത്തെ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ നമ്മുടെ സ്കൂളിലെ 20 അധ്യാപകരും പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്കറിയാം ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഇലക്ഷന്റെ ക്ലാസ്സുകൾ നടക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില അധ്യാപകരെ 7-ാം ക്ലാസ്സിലെ ധർമ്മകീർത്തി സാറ്, അരുൺ സാറ്, സാജിദ് സാറ്, സിന്ധു ടീച്ചർ, അതുപോലെ 9 അധ്യാപകര് ഇലക്ഷന്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും അവരുടെ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. പ്രത്യേകം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ അവരുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 7 വർഷവും ഞങ്ങളെയൊക്കെ ഒത്തിരി നിങ്ങൾ കേട്ട് ഉപദേശങ്ങളും ഒക്കെ കേട്ട് മടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ എനിക്കറിയാം സാറേ ഇനിയും പറയണോ, ഒന്നും പറയുന്നില്ല കേട്ടോ. എല്ലാവരും മിടുക്കരാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. നിങ്ങൾ വേറെ ആരെയും അനുസരിക്കണ്ട, പക്ഷേ അച്ഛനും അമ്മയും പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്ക് ആദ്യമേ അത് അനുസരിക്കാനോ ഒക്കെ ഒരു മനസ്സ് വരികയില്ല. അത് നമ്മുടെ പ്രായത്തിന്റെ മാറ്റമാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പേ നമ്മുടെ ശ്രീജിത്ത് സാറ് പറഞ്ഞ പോലെ പെൻസിൽ പോലെയുള്ള ഈ സമയത്ത് എങ്ങോട്ട് വേണമെങ്കിലും വളയാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും വളയാം. നല്ലതിലേക്കും പോകാം, ചീത്തയിലേക്കും പോകാം. പക്ഷെ നമ്മളെയൊക്കെ കൂടുതലും ആൾക്കാരെ ഏത് വശത്തേക്കായിരിക്കും വളയ്ക്കാൻ ശ്രമിക്കുന്നത്? മോശമായ വഴിയിലേക്കായിരിക്കും. ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സെറിമണി, ഗ്രാജുവേഷൻ സെറിമണി ഇങ്ങനെ വെക്കണമെന്ന്. മറ്റോ ബാക്കി കാര്യങ്ങളൊക്കെ ഓടിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു ആശങ്കയായിരുന്നു. മത്സരങ്ങളും ഓരോ മത്സരങ്ങളായിട്ട് കൊച്ചിലെ പോയിട്ടുണ്ട്. നല്ല സ്ഥാനം തന്നെ സ്കൂളിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഓവറോളൊക്കെ നേരിട്ടുണ്ട്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഈ സ്കൂൾ ടൂർ ആയാലും നല്ല രസമാണ്. എല്ലാവരും വൈബ് അടിച്ച് നല്ല ഡാൻസ് ഒക്കെ കളിച്ചു പോയി. നല്ലൊരു കാലഘട്ടമാണ് ഇത്ര നാളും പോയത്. ഇത്ര നാളും കഞ്ഞി വെള്ളം കിട്ടുന്ന ഓരോ കന്യാമ്മമാരുണ്ട്, ഡ്രൈവർമാരുണ്ട്. അവർക്കെല്ലാം വളരെ നന്ദിയുണ്ട്. അടുത്ത വർഷത്തേക്ക് പോകുമ്പോൾ വിഷമമുണ്ട്. ഈ സ്കൂളിൽ പോകുമ്പോൾ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അടുത്ത സ്കൂളിൽ പോലെ പുതിയ ടീച്ചർമാരും പുതിയ സ്കൂളൊക്കെ കാണുന്നതിൽ ഒരു ആകാംക്ഷയുണ്ടെങ്കിലും എവിടുന്ന് പോകുന്നതിൽ വിഷമമൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ഈ ടീച്ചേഴ്സിന് എല്ലാവർക്കും നന്ദിയാണ് പറഞ്ഞത്. കാരണം അതായത് ഞങ്ങൾ ഇരിക്കുന്ന പകുതി പേര് 1 തൊട്ട് വന്നവരാണ്. അപ്പൊ ആദ്യ ടീച്ചർ തൊട്ട് വിഷ ടീച്ചർ തൊട്ട് അതായത് ധർമ്മത്തി സാർ വരെ ഞങ്ങള് പല കുരുത്തക്കേടും ഞങ്ങളുടെ എല്ലാ കുരുത്തക്കേടും സഹിച്ചവരുണ്ട്. ഇവിടെ പല കുരുത്തക്കേട് ഞങ്ങൾ ഒട്ടും മോശമല്ലായിരുന്നു പറയാലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ന് ഈ ഗ്രാജുവേഷൻ സെറമണി ഒരുക്കാൻ കാരണം മൗസാറിന് ഞാൻ പ്രത്യേക നന്ദി ഇവിടെ അറിയിക്കുന്നുണ്ട്. പിന്നെ പോകുന്നതിൽ എനിക്ക് വിഷമില്ല. കാരണം വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തായാലും പോയേ പറ്റുള്ളൂ. കാര്യമില്ല, അവിടെ വിഷമിക്കുന്നുമില്ല. പിന്നെ ഉള്ളിനുള്ളിൽ ചെറിയൊരു വിഷമം, ഇവരെല്ലാം വിട്ടു പോകണമല്ലോ എന്ന് കരുതിയിട്ട്, അല്ലാതെ ഒന്നും പറയില്ല. പിന്നെ പേരൻസിന് നന്ദി ഇന്നിവിടെ ഒത്തുകൂടിയത്. ഈ സ്കൂളിനെ പറ്റി എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. ഞാൻ 1 വർഷക്കാലം മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളൂ. എന്നാലും ഇവിടുത്തെ വൈബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ടീച്ചർമാരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ ടീച്ചർമാരുടെ സഹകരണവും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും വിനീതവും നന്ദി. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ 7ാം ക്ലാസ് പൂർത്തിയാക്കി പോകുന്ന നമ്മുടെ വാത്സല്യനിധികളായ കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ട നിങ്ങൾക്ക് ആർക്കും ഒരു സന്തോഷം കാണുന്നില്ലല്ലോ മുഖത്ത്. ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ അണിയിച്ചൊരുക്കി നിങ്ങൾക്ക് പിന്തുണയുമായി നിൽക്കുന്ന നമ്മുടെ HM ഉണ്ട്, ടീച്ചേഴ്സുണ്ട്, മാനേജറുണ്ട്, PTA ക്കാരുണ്ട്, രക്ഷിതാക്കളുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നില്ല?
നിങ്ങളുടെ മുഖത്ത് നല്ലൊരു സന്തോഷം വരട്ടെ. പോകുന്നതിൽ യാതൊരു സങ്കടവും വേണ്ട. നന്ദന പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇനി സന്തോഷത്തിൻ്റെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മെമ്മറബിൾ ഡേ ആയിരിക്കും. അത് രണ്ടുപേരും നില കാണത്തുള്ളൂ. കർഷക ശരിക്കും കൂടെ തിരിച്ചു നിന്നതാ. അടുത്ത മാർബി സ്കൂളിൽ കാണാം അല്ലേ? മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നുമെന്നും ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുപായയും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നന്മയാൽ നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ.